മഴയിൽ കുതിർന്ന് ഉത്രാടപ്പാച്ചിൽ. ഇടതടവില്ലാതെ പെയ്ത മഴ ഓണം വിപണിയെ അവസാന 2 ദിവസങ്ങളിൽ സാരമായി ബാധിച്ചു. ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ച് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. ചില ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോൾ മറ്റു ചില ഉൽപ്പന്നങ്ങളുടെ വില സാധാരണ നിലയിൽ തുടർന്നു. അത്തം വെളുത്താൽ ഓണം കറക്കും എന്ന പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് ഇക്കുറി മഴയിൽ കുതിർന്ന ഓണമാണ് എത്തിയിട്ടുള്ളത്. ഇത് ഉത്രാടപ്പാച്ചിൽ എന്ന വാങ്ങിക്കൂട്ടലിന്റെ ആവേശം തണുപ്പിച്ചു എന്ന് പറയാം. ഈ ഓണക്കാലത്ത് വിലക്കയറ്റം സംബന്ധിച്ച് സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. കോതമംഗലം മേഖലയിലെ മാർക്കറ്റുകളിൽ പച്ചക്കറി വിപണിയിൽ ചില ഇനങ്ങൾക്ക് വിലക്കയറ്റം ദൃശ്യമായപ്പോൾ മറ്റു ചില ഇനങ്ങൾക്ക് സാധാരണ വില മാത്രമാണ് ഉണ്ടായിരുന്നത്. പയറ്, ബീൻസ് ഇച്ചിരി വില കൂടുതലുള്ളൂ. ബാക്കി തക്കാളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെ സാധനങ്ങൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വില കുറവാണ്. വില ഇന്നിപ്പോൾ പയർ ഹോൾസെയിൽ വില 80 രൂപ, ബീൻസ് 80 രൂപ, ക്യാരറ്റ് 70 രൂപ, തക്കാളി 30 രൂപ, വെണ്ടയ്ക്ക 60 രൂപ, സവാള 48 രൂപ ഹോൾസെയിൽ, കിഴങ്ങ് 28 രൂപ, പിന്നെ ഉള്ളി വന്നിട്ട് 72 രൂപ, പിന്നെ ക്യാബേജ് വന്നിട്ട് 30 രൂപ ഇന്നത്തെ വില. പിന്നെ ഏത്തക്ക മാത്രമാണ് 68 രൂപ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് 50 രൂപ 48 രൂപ വില. എന്നാൽ പഴം വിപണിയിൽ കുറേ നാളുകളായി ദൃശ്യമാകുന്ന വിലവർധന ഓണത്തിന് മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വിലയില്ല, എന്നാലും ആവറേജ് വില ഒരു 63 രൂപ റേഞ്ച് ഏത്തക്ക ഹോൾസെയിൽ 63-64 റേഞ്ച് നിൽക്കണു. ഏത്തക്ക കൂടുതലും പച്ചയും പഴമായിട്ടും ബൾക്കായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വറുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാലിപ്പൂവിന് 88 രൂപ റേഞ്ച് നിൽക്കണു. ഇപ്പോൾ അങ്ങനെ തന്നെ നിൽക്കണു. പഴം മേട്ടുപാളയല്ല, പുറത്തുനിന്നാവല്ലോ എല്ലാം. നാടൻ വളരെ അപൂർവമുള്ളൂ, കുറവാണ്. നേരത്തെ നാടനൊക്കെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ വാരത്തിലൊക്കെ വളരെ വിലക്കുറവ് കാരണം കൃഷിക്കാരൊക്കെ പയ്യെ മാറി നിൽക്കുകയാണ്. ഏത്തക്കായുടെ കൃഷിയൊക്കെ വളരെ മോശമായിരുന്നു വില. വാഴയ്ക്ക ഉൾപ്പെടെയുള്ള അനുബന്ധ സാധനങ്ങൾക്ക് വില ഉയർന്നെങ്കിലും ഉപ്പേരിക്ക് കാര്യമായ വിലവർധന ഉണ്ടായില്ല. ശർക്കര വരട്ടി, ഏത്തക്ക ചിപ്സ്, ചക്ക വറുത്ത് എന്നിവയാണ് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഉപ്പേരി ഇനങ്ങൾ. എന്തൊക്കെയാണ് വാങ്ങിയത്? ഞാൻ ശർക്കര വരട്ടിയതാണ് വാങ്ങിച്ചത്. ഓണത്തിനനുബന്ധിച്ചാണ്. ഇല്ല, വാങ്ങിയില്ല. ചിപ്സ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. ശർക്കര വരട്ടിയതാണ്. ചോദിച്ചു. അഫോർഡബിൾ ആണ് നമുക്ക്. മെയിനായിട്ട് പോണത് ശർക്കര വരട്ടിയും ചിപ്സുമാണ്. പിന്നെ അതിലുപരിയായിട്ട് ചക്ക വറുത്തത് പോകും, മിക്സർ ഐറ്റം, അങ്ങനെയുള്ള മിക്ക ഐറ്റങ്ങളും തന്നെ പോകും ഓണത്തിന്. വില എങ്ങനെയുണ്ട്? വില കൂടുതലൊന്നുമില്ല. സാധനങ്ങൾക്ക് ഈ വാഴയ്ക്കും ഈ വെളിച്ചെണ്ണയ്ക്കും ഗ്യാസിനും എല്ലാത്തിനും പൊതുവേ വില കൂടുതലാണ്. അതനുസരിച്ച് നമ്മൾ വില വർദ്ധിപ്പിച്ചിട്ടൊന്നുമില്ല. അത്തം മുതലുള്ള ദിവസങ്ങളിൽ പൂവിന് വില കുത്തനെ ഉയർന്നിരുന്നു. ഉത്രാടം ദിവസം വരെ ഈ വിലവർധന തുടർന്നെങ്കിലും ഉത്രാടത്തിന് ചെറിയ വിലക്കുറവ് പ്രകടമായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്ക് ഓണത്തിന് പൂക്കൾക്കൊക്കെ അത്തം നാൾ മുതൽ പൂക്കൾക്ക് നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോൾ വിലയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വന്ന് പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അത്തപ്പൂക്കൾക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വാങ്ങുന്നത് ബന്ദിപ്പൂ ഉണ്ട്, 2 കളറ്, വൈറ്റ് ജമന്തി ഉണ്ട്, ചില്ലി റെഡ് ഉണ്ട്, പന്നീർ റോസ് ഉണ്ട്, വാടാമല്ലി ഉണ്ട്. എല്ലാ പൂക്കളും ഉണ്ട് ഇവിടെ. രാവിലെ തന്നെ ആൾക്കാരൊക്കെ വാങ്ങാൻ വന്നായിരുന്നു. വില ഇച്ചിരി കുറവുണ്ട്, മിതമായി. പഞ്ചസാര, ഉഴുന്ന് തുടങ്ങിയ പല വ്യഞ്ജനങ്ങൾക്ക് വിപണിയിൽ പൊള്ളുന്ന വിലയാണ് ഉണ്ടായത്. പൊതുവിതരണ കേന്ദ്രങ്ങളും സഹകരണ സംഘങ്ങളും കൃഷി വകുപ്പുമെല്ലാം വിപണിയിൽ ഇടപെട്ടതോടെയാണ് ഒരു പരിധിവരെ വില നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനും കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.